ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലെ മഹത്തുക്കളായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തിനുള്ളിൽ അതിൻ്റെ പൂർവ്വകാലത്ത് പ്രകാശം പരത്തി നിന്ന അനേകം മഹത്തുക്കളുടെ പേരുകൾ ഇവിടെ വായിക്കുകയുണ്ടായി. ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെ ഇത്രമാത്രം പ്രതിഭാശാലികളായ, ദിശാശാലികളായ, സമൂഹത്തിൻ്റെ ഇരുണ്ട വഴികളിൽ വെളിച്ചം പകർന്ന് കടന്നുപോയ മഹാപണ്ഡിതന്മാരും വലിയ സമർപ്പണ സന്നദ്ധതയോടുകൂടി പ്രവർത്തിച്ച മനുഷ്യന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഈ നാടിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ഒന്നാണ്. ഈ നവോത്ഥാന സംഗമത്തിൽ പ്രധാനമായും 2 വ്യക്തിത്വങ്ങൾ സ്മരിക്കപ്പെടുകയാണ്. അത് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മൗലവി സാഹിബും KC അബൂബക്കർ മൗലവി സാഹിബും. ഷെയ്ഖ് മൗലവി സാഹിബിൻ്റെ ശിഷ്യനും അനന്തരാവകാശിയുമായി തീർന്ന ആളാണ് KC അബൂബക്കർ മൗലവി. അതുകൊണ്ട് തന്നെ ഈ സ്മരണ അത് നമ്മുടെ പൂർവ്വകാലത്തിൻ്റെയും ഭാവിയുടെയും പ്രകാശമായി നിൽക്കുന്ന ഒന്നാണ്. KC അബൂബക്കർ മൗലവി ഷെയ്ഖ് മൗലവിയുടെ ശിഷ്യനായി ദാറുൽ ഉലൂമിൽ, മഴക്കാട് ദാറുൽ ഉലൂമിൽ പഠിച്ച് ശേഷം മോങ്ങമൻ അൻവാർ വനിതാ കോളേജിൻ്റെ, അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് ഷെയ്ഖ് മൗലവി ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റായി, ഒരു അധ്യാപകനായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയും ഷെയ്ഖ് മൗലവിയുടെ നിര്യാണത്തെ തുടർന്ന് മോങ്ങം അൻവാറുൽ ഇസ്ലാം വനിതാ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം KC അബൂബക്കർ മൗലവി ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവുകയും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയാവുകയും ഈ സ്മരണകളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾക്ക് സംസാരിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് 2 മഹാപുരുഷന്മാരുടെ ഓർമ്മകളാണ് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം KCയുടെ ഒരു രാഷ്ട്രീയമായ മേഖലയെക്കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാൻ അറിയുക എന്നല്ല, എനിക്കറിയുന്നതിൽ കൂടുതലുള്ളത് അതാണ്. എന്തായിരുന്നാലും KCയുടെ ഒരു ജീവിതം, അതായത് അദ്ദേഹം KM മൗലവി സാഹിബിനെ 1943 KM മൗലവി സാഹിബിനെ കാണാൻ വേണ്ടി തിരങ്ങാടിയിലേക്ക് പോകുന്നുണ്ട്. കാണാനും അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ നിവാരണം ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെ ചെല്ലുമ്പോൾ KM മൗലവി സാഹിബിൻ്റെ വീട്ടിൽ അന്ന് ഒരു പിഞ്ഞാണപ്പൊട്ടിൽ എണ്ണയൊഴിച്ച് ഒരു തിരിയിട്ട് കത്തിക്കുകയാണ് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം വായിക്കുന്ന മുറിയിലും വീട്ടിൽ വരാന്തയിലുമൊക്കെ അതാണ് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും KC, അവർ തമ്മിൽ വലിയ പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട്, എന്നാലും KC അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ വെളിച്ചം, മണ്ണെണ്ണ കിട്ടാനില്ലേ എന്ന്. അപ്പോൾ മണ്ണെണ്ണ റേഷനായിട്ട് കിട്ടുന്ന സമയമാണത്. യുദ്ധകാലമൊക്കെ 43 എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ ഈ 2ാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. മണ്ണെണ്ണക്കൊക്കെ വലിയ, അല്ലെങ്കിൽ റേഷനാണ്, അത് കുറച്ചുകൂടി കടുപ്പമുള്ള സമയവുമാണ്. അപ്പോൾ അത് റേഷനായി കിട്ടുന്നത് 3 ദിവസത്തിന് തികയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതേ മാർഗമുള്ളൂ. അപ്പോൾ KC ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ ഇത് മറ്റ് നിലക്ക് കിട്ടൂലേ എന്ന് വെച്ചാൽ കരിഞ്ചന്തയിൽ വാങ്ങാൻ കിട്ടൂലേ എന്ന്. അതിന് KM മൗലവി സാഹിബ് കൊടുത്തൊരു മറുപടി, നമ്മുടെ ദൈനംദിനമായ ആവശ്യത്തിന് വേണ്ടി, ഹലാലായ ആവശ്യത്തിന് വേണ്ടി ആണെങ്കിൽ പോലും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ നമ്മൾക്ക് ലഭിക്കുമ്പോൾ അത് കഴിഞ്ഞുള്ളത് നമ്മൾ ഒരു തെറ്റായ വഴിയിലൂടെ നമ്മൾ നേടാൻ പാടില്ല. നമ്മൾ അതുകൊണ്ട് തൃപ്തിപ്പെടണം, നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം എന്നാണ് KC അബൂബക്കർ മൗലവി തൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി തീരുന്ന ഒരു ഉപദേശം കേൾക്കുന്നത്. ഇത് തന്നെയാണ് പിന്നീട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുരു KM സിരി സാഹിബിൽ നിന്ന്, രാഷ്ട്രീയ ഗുരു KM സിരി സാഹിബിൽ നിന്ന് അദ്ദേഹം കേൾക്കുന്നത്. അതായത് മൗലവി ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ വണ്ടി കയറേണ്ട കേട്ടോ എന്ന്. അതായത് ഒരു അധികാര സ്ഥാനങ്ങൾ കിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു അധികാര സ്ഥാനങ്ങളും ഒരു ഭൗതിക താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടില്ല എന്നുറപ്പുള്ള ഒരു മേഖലയിൽ, അത് മതരംഗത്തായിരുന്നാലും രാഷ്ട്രീയ രംഗത്തായിരുന്നാലും അദ്ദേഹം പ്രവർത്തിച്ചു. ഭൗതിക വ്യാമോഹങ്ങൾ സ്വാധീനിക്കാത്ത ഒരു ജീവിതം. ഒരാൾ ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാവട്ടെ, അത് അദ്ദേഹം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മതസംഘടനയ്ക്ക് വേണ്ടിയാവട്ടെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഭൗതികമായ യാതൊരുവിധ താല്പര്യങ്ങളുമില്ലാതെ
അള്ളാഹുവിൻ്റെ വജഹിനെ കരുതി, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ പ്രതീക്ഷിച്ച്, നാളെയെ കരുതി, ഉഹ്റവിയായ ജീവിതത്തെ കരുതിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വേറെ ഒരു വ്യാമോഹങ്ങളുമില്ല. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ആദർശ നിർഭരമായ, ആദർശനിഷ്ഠമായ ജീവിതം എന്ന് പറയുന്നത്. കെ.സി. അബൂബക്കർ മൗലവിയുടെ ജീവിതം ആ നിലക്ക്, അദ്ദേഹത്തിൻ്റെ ഏത് വഴിയെ നോക്കിയാലും അകവും പുറവും പരിശോധിച്ചാൽ ഈ ആദർശനിബദ്ധമായ ഒരു ജീവിതമാണ് കെ.സി. നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. അപ്പോൾ നമ്മൾ ഈ സ്മരിക്കുക എന്നൊക്കെ പറയുന്നത്, സ്മരണകൾ കടന്നു പോകുന്നത്, കെ.സി. അബൂബക്കർ മൗലവി പ്രസംഗിച്ചുണ്ടാക്കിയ ഒരു പാർട്ടിയിൽ MLA-മാരായ എത്രയോ പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ ശേഷം വന്നവർ MLA-മാരായി തീർന്നവർ, മന്ത്രിമാരായി തീർന്നവർ. പക്ഷെ അതിൽ പല MLA-മാരും മന്ത്രിമാരായിട്ടുള്ളവർ പോലും അവരുടെ കാലശേഷം വളരെ കുറച്ച് മാത്രം സ്മരിക്കപ്പെടുന്നിടത്താണ് 2006 മരണപ്പെട്ട കെ.സി. അബൂബക്കർ മൗലവി സാഹിബിന് 17 വർഷത്തിന് ശേഷം ഇത്രയും ഒരു കുടുംബം പോലെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആഭാലവൃദ്ധം, അതായത് മുതിർന്നവരും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ ഒത്തുചേർന്ന് സ്മരിക്കുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മസാഫല്യം എന്ന് പറയുന്നത്. അദ്ദേഹം വിജയിച്ചു എന്ന് പറയുന്നിടത്തുള്ള ഒരു സംഗതി ഇതാണ്. വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിൽ നിന്ന് കാണുന്ന ഒന്നാണെങ്കിലും ആ വിജയം എത്രത്തോളം സക്സസ്ഫുള്ളായി, എത്രത്തോളം ഫലപ്രദമായി എന്ന് നമ്മൾ കാണുന്ന ഒന്ന്. പിൽക്കാലത്തൊരു സമൂഹം അദ്ദേഹത്തെ സ്മരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാടത്ത് വന്നിരിക്കുന്നു. അവരുടെ എല്ലാ സമയങ്ങളും മാറ്റിവെച്ച് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു, അദ്ദേഹത്തിനുമായുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. കെ.സി. അബൂബക്കർ മൗലവിയുടെ ജീവിതത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും സ്വപ്നം കാണാൻ പാടില്ലാത്തൊരു രാഷ്ട്രീയമാണത്. അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രംഗത്തേക്ക് അദ്ദേഹം പ്രവർത്തിക്കാൻ വരുമ്പോൾ മുസ്ലിം ലീഗ് അധികാരത്തിൻ്റെ ഭാഗമല്ല എന്ന് പോയിട്ട് ഒരേ സമയം അന്ന് മുസ്ലിം സമുദായത്തിലെ തന്നെ കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം ദേശീയ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നവർ അങ്ങനെ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഇസ്ലാമിനെതിരെ കമ്മ്യൂണിസം. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ കേവലമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്കും അപ്പുറത്തേക്ക് ഇസ്ലാമിനെതിരായിട്ട് കമ്മ്യൂണിസം ഒരു പ്രത്യയശാസ്ത്രമായി നമുക്കിടയിൽ കടന്നു വരികയും ഇവിടെയുള്ള ഇടത്തരം കർഷകരെയും ജമ്മിമാരെയും ഒക്കെ അത് സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ വിപ്ലവബോധം എന്നുള്ളതൊക്കെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. പോരാത്തതിന് പോലീസ് നടപടികൾ അടക്കമുള്ള എൻ.വി. അബ്ദുസ്സലാം മൗലവി അടക്കം പാണക്കാട് പൂക്കോയത്തങ്ങളടക്കം ജയിലിൽ പോകേണ്ടി വന്ന പോലീസ് നടപടി അടക്കമുള്ളത് മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇതിൻ്റെ എല്ലാ നടുവിൽ നിന്നുകൊണ്ട് ഒന്നും നേടാനാവാതെ എല്ലാം സമുദായത്തിന് നൽകി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഞാനിപ്പോൾ വലിയ രാഷ്ട്രീയ നിരീക്ഷകനും വലിയ ചരിത്ര പണ്ഡിതനുമായ C.H. മുഹമ്മദ് കോയ സാഹിബിൻ്റെ ജീവചരിത്രം, രാഷ്ട്രീയ ജീവചരിത്രം എന്ന് പറയുന്ന ഒരു മഹൽ ഗ്രന്ഥം എഴുതിയിട്ടുള്ള MC വടകര, ഇപ്പോൾ നേരത്തെ ഇവിടെ ഉമർ സുലമി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം പറഞ്ഞതുപോലെ 1939 ജനിച്ച ആളാണ് MC-യും. അപ്പോൾ MC-യുമായിട്ട് ഇങ്ങനെ ഞാനൊരു അഭിമുഖം നടത്തുകയാണ് അപ്പോൾ അടുത്ത കാലത്താണ്. MC-യോട് ഞാൻ ചോദിച്ചു, ജീവിതം, ഈ യാത്ര, അനുഭവങ്ങൾ, സംഘടനക്കുള്ളിലെയും പുറത്തെയും അനുഭവങ്ങൾ, ഇപ്പോൾ എത്തിയിട്ടുള്ള ഇടം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പലതും നേടിയില്ല എന്നും ആ ഉദ്ദേശിച്ചതുപോലെ പലതും ആയില്ല എന്നും തോന്നുന്നുണ്ടോ എന്ന്. അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനെനിക്കുള്ള മറുപടി വണ്ടൂരിൽ വെച്ച് നീലാംബറ മരക്കാരാജിയും CP കുഞ്ഞാലിക്കുട്ടി കെ സാഹിബും ESM മനീഫാജിയും PVS മുസാഫു കോയത്തങ്ങളും ഒക്കെ അടങ്ങുന്ന പഴയകാല നേതാക്കന്മാർ, ലീഗിൻ്റെ നേതാക്കന്മാരടി നിറന്ന ഒരു തലമുറ സംഗമത്തിൽ വെച്ച് കെ.സി. അബൂബക്കർ മൗലവി ഒരു പ്രസംഗം ചെയ്തു. അതാണ് എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളത്. കെ.സി. പറഞ്ഞു, അതിൽ ഇത് ഞാൻ MC-യുടെ വാക്കുകൾ എടുക്കുകയാണ്. കെ.സി. പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ അദാബ് കാലത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കാനും കഴിയുകയും ഇന്ന് സമുദായം നേടിയെടുത്ത പല നേട്ടങ്ങൾക്കും കാരണമായി മുസ്ലിം ലീഗിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു എളിയ പങ്ക് വഹിക്കാൻ എനിക്കും കഴിയുകയും ചെയ്തല്ലോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അതിലൊരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ഇതാണ് അന്ന് കെ.സി. അതിന് പറയുന്ന തൻ്റെ ജീവിതം കൊണ്ട് എന്ത് നേടിയെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും പൊതുജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും ഒക്കെ നമ്മളൊരു ഇതിൻ്റെ ഒരു നേട്ടത്തെ കാണുന്നുണ്ട്. ഇപ്പം എവിടെയും ലാഭമില്ലാത്തൊരു കച്ചവടത്തിന് ഇറങ്ങുന്നില്ല, നേട്ടമില്ലാത്ത വിജയം കാണാത്തൊരു പരീക്ഷക്കോ ഒരു യുദ്ധത്തിനോ നമ്മൾ തയ്യാറാവുന്നില്ല. എന്തിലും ഒരു നേട്ടം നമ്മുടെ പിന്നിലുണ്ട്. അത് കെ.സി. അടക്കമുള്ള ആ ഒരു തലമുറയുടെ KM സീതി സാഹിബിൻ്റെയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയും ഉപ്പി സാഹിബിൻ്റെയും ബോക്കർ സാഹിബിൻ്റെയും സത്താർ സേട്ട് സാഹിബിൻ്റെയും ഇങ്ങേ അറ്റത്ത് CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ളവരുടെയും CH കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാം ആയെങ്കിലും നിങ്ങൾക്കറിയാലോ ഒരു ഫക്കീറായിട്ട് അദ്ദേഹം മരിച്ചു പോവുകയാണ്.
ദരിദ്രനായി ജനിക്കുകയും ദരിദ്രനായി മരിച്ചു പോവുകയുമാണ് CH മുഹമ്മദ് കോയ സാഹിബ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് തൻ്റെ ഉപജീവനത്തിന് തികയുമെന്നോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് തൻ്റെ സമ്പാദ്യത്തിനാകുമെന്നോ കരുതാതെ, തൻ്റെ നേട്ടങ്ങൾക്കുതകുമെന്നോ കരുതാതെ എല്ലാം സമുദായത്തിന് സമർപ്പിച്ച് കടന്നുപോയ ഒരു മഹാപുരുഷൻ്റെ കഥ കൂടിയാണ് KC അബൂബക്കർ മൗലവി എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായിരുന്നു. ഹജ്ജ് കമ്മിറ്റിയിലും വഖഫ് ബോർഡിലും കുറച്ചു കാലം മെമ്പറായിരുന്നു. ഇതുള്ളതൊഴിച്ചാൽ പറയത്തക്ക പദവികളൊന്നും അദ്ദേഹത്തെ തേടി വന്നില്ല. പക്ഷെ ഒരുപാട് എതിർപ്പുകളുടെ നടുവിൽ നിന്നിട്ട് അദ്ദേഹം തേര് തെളിച്ചു. അദ്ദേഹം പൊരുതി നിന്നു. ആ പോരാട്ടത്തിനിടയിൽ അദ്ദേഹം ജീവിക്കാൻ മറന്നുപോയി. ഇത് പുതിയ തലമുറയോട് സംസാരിക്കുമ്പോൾ അവരെത്രമാത്രം ഇതിനെ ഉൾക്കൊള്ളുമെന്നറിയില്ല. ജീവിക്കാൻ മറന്നു പോകുക എന്ന് പറഞ്ഞാൽ ഒരാശയത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഒരു ഭാഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയും മറുഭാഗത്ത് മുസ്ലിം ലീഗിന് വേണ്ടിയുമുള്ള ഒരേ സമയത്തുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വീട്ടിൽ നിന്നിറങ്ങി ഈ പൂങ്കുടിയിൽ ഈ ഉഗ്രപുരത്താണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ എന്നാണ് തിരിച്ചു വരിക എന്ന് പോലും അറിയാത്ത യാത്രകളാണ്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുക. വണ്ടൂർ ഹൈദരലി സാഹിബ്, ഈ അടുത്ത് മരണപ്പെട്ടു പോയ വണ്ടൂർ സ്വദേശിയായ മുസ്ലിം ലീഗിൻ്റെ ഒരു പഴയകാല നേതാവ്, STU നേതാവായിരുന്ന ഹൈദരലി സാഹിബ് പറയുന്നുണ്ട്, അന്ന് മൈക്ക് സെറ്റും പ്രസംഗകനുമൊക്കെ ഒപ്പം നടന്നാണ് പോവുക. ആദ്യം കരുവാരക്കുണ്ട് കിഴക്കത്തലയിലൊരു മീറ്റിംഗ്, അവിടുന്ന് മൈക്ക് കെട്ടടിച്ചിട്ട് പിന്നീട് തരിശില മീറ്റിങ്ങിന് പോകും. ഇതൊക്കെ രാത്രിയാണ്, മഗ്‌രിബിന് ശേഷമുള്ള പരിപാടികളാണ് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് മഞ്ഞളാജോലയിലെ പരിപാടിക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്ക് രാത്രി 11 മണി കഴിഞ്ഞു. പുലർച്ചെ 4 മണിക്ക് റബ്ബർ വെട്ടാൻ പോകുന്ന ആളുകളാണ് ആകെയുള്ള പ്രവർത്തകന്മാർ. അവരൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിരിക്കുന്നു. KCക്ക് തലപ്രാന്ത് കടിച്ചു. കാരണം നടന്ന് അവശനായിരിക്കുന്നു. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ മനുഷ്യന്മാരാരുമില്ല. KC മൈക്ക് കേട്ടാൻ പറഞ്ഞു, ആണ് പ്രസംഗിച്ചു. കുറച്ച് ആൾക്കാരൊക്കെ ഉറക്കത്ത് നിന്നീറ്റ് വന്ന പ്രസംഗം കേട്ടു. പതിവുള്ള പ്രസംഗം നടത്തി. പിന്നെ അവിടെ എവിടെയോ ഒരു ചായമക്കാരൻ്റെ വരാന്തയിൽ ചുരുണ്ടുകൂടി നേരെ വെളുക്കുമ്പോൾ ഇറങ്ങി പുറപ്പെട്ടു. ഇതായിരുന്നു ആ യാത്ര എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു വ്യക്തിയെ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ കഥകൾ പറയുമ്പോൾ ആ ത്യാഗ കഥകളിൽ അദ്ദേഹം ഏറ്റവും അധികം പ്രവർത്തിച്ച മേഖലയാണല്ലോ പറയുക. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ മേഖലയെക്കുറിച്ച് പറയുന്നത്. ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി, എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരായിരുന്നു പിന്നെ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരും മലയമ്മ അബൂബക്കർ മുസ്ലിയാരുമൊക്കെ. ആ പറവണ്ണയും മലയമ്മയും ഒക്കെ മറുഭാഗത്തിരിക്കുന്ന വാദപ്രതിവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം പോകുന്നു. ഇതേ സമയം 1948 പൂനൂരിലെ വാദപ്രതിവാദത്തിന്, 50 താനാളൂരിലുള്ള വാദപ്രതിവാദം, ഇങ്ങനെ പ്രസിദ്ധമായ വാദപ്രതിവാദങ്ങൾക്കൊക്കെ മുക്കത്ത്, 50 മുക്കത്ത്, 48 മുക്കത്ത്, 50 പൂനൂരിലും താനാളൂരിലുമുള്ള വാദപ്രതിവാദങ്ങളിലൊക്കെ KC പങ്കെടുക്കുന്നു. ഇപ്പുറത്ത് MCC അബ്ദുറഹ്മാൻ മൗലവിയും അതുപോലെ അങ്ങനെ ഷെയ്ഖ് മൗലവി ഉണ്ടോ എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ഷെയ്ഖ് മൗലവി ഇല്ല, പിന്നെ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ, അത് മുഴുവനായിട്ട് ആ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറയുന്നുണ്ട്. അപ്പുറത്ത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലുള്ളവർ. അപ്പോൾ ഇവിടെ തൻ്റെ 2 ഗുരുനാഥന്മാരപ്പുറത്തുണ്ട്. ആ 2 ഗുരുനാഥന്മാരപ്പുറത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വേണ്ടി പറയുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പാർട്ടിയിലെ പ്രവർത്തകന്മാരിൽ വലിയൊരു വിഭാഗം അപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ പോയിട്ട്, അല്ലെങ്കിൽ ഭൂരിപക്ഷം അപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നു. എന്നാൽ അവിടെ തന്നെ തൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള പ്രവർത്തകന്മാരിൽ വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുള്ളവരുണ്ടാകാം. അവർക്ക് അപ്രിയമാകുമോ എന്ന് നോക്കാതെ അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. അപ്പോൾ പ്രിയവും അപ്രിയവും ഇഷ്ടവും അനിഷ്ടവും നോക്കാതെ ഒരു മനുഷ്യനെതിരായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം മറന്നു വെച്ചത് എന്തൊക്കെയാണ്? വീട്, കുടുംബം, മക്കളുടെ പഠനം, തൊഴിൽ, സമ്പാദ്യം, ഭാവി, ഇതൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകൻ നിഅമത്തുള്ള ഫാറൂഖി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ KC അബൂബക്കർ മൗലവിയുമായിട്ട് പലതവണ ഇൻ്റർവ്യൂ നടത്താൻ, കൂടിക്കാഴ്ചകൾ, പല തവണ എന്ന് പറയുന്നത് കുറച്ച് വിവരങ്ങൾ കിട്ടും, പിന്നീട് ഇതിൽ പോകുമ്പോൾ കുറച്ച് ചോദിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ മക്കളോടൊക്കെ ചോദിക്കുന്നതിൽ എന്നൊക്കെ പറഞ്ഞു. കീഴ്ശ്ശേരിയിൽ, ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്ത് കീഴ്ശ്ശേരിയിൽ, എന്നെക്കാൾ കൂടുതൽ കിലോമീറ്റർ ദൂരം നിങ്ങൾക്കറിയാം, അത് എത്രയാണോ അത്ര കിലോമീറ്റർ, കീഴ്ശ്ശേരിയിൽ ഒരു വലിയ പൊതുയോഗം നടക്കുന്നുണ്ട്. വലിയൊരു സമ്മേളനം, ലീഗ് സമ്മേളനം. ആ ലീഗ് സമ്മേളനത്തിൽ CH അടക്കമുള്ള വലിയ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട്. ആ വേദിയിലേക്ക് KCയും ഒക്കെ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു 8-9 വയസ്സുകാരൻ കുട്ടി സ്റ്റേജിൽ കയറി ചെന്നിട്ട് ഉപ്പാന്ന് 2 വട്ടം വിളിച്ചു. ഉപ്പാന്നോ വാപ്പാന്നോ 2 വട്ടം വിളിച്ചു. അപ്പോൾ എല്ലാവരും ഈ കുട്ടിയെ നോക്കി. ഒരു 9 വയസ്സുകാരൻ കുട്ടി. ആ കൂട്ടത്തിൽ KC നോക്കി, ആരാണ് ഈ കുട്ടി എന്നുള്ളത്. പെട്ടെന്ന് KCക്ക് ആ അതിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. KCക്ക് മനസ്സിലായില്ല. അപ്പോൾ CH ചോദിച്ചു, ആരാ എൻ്റെ ഉപ്പാന്ന് ചോദിച്ചു. ആയിരിക്കുന്നതാണ് KCയെ ചൂണ്ടിക്കാട്ടി. എന്നിട്ട് അടുത്ത് പറയുന്നത്, നിങ്ങളോട് എൻ്റെ ഒപ്പം പോരാൻ പറഞ്ഞു ഉമ്മ എന്നാണ്.
അപ്പോൾ ഇങ്ങനെ കീശ്ശേരിയിൽ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഉമ്മ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പോയിട്ട് എത്രയോ മാസങ്ങളായി. ഈ മാസങ്ങളായുള്ള പ്രസംഗ പരിണത്തിൽ ഒരു മനുഷ്യൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ വിളിക്കുന്ന സമയത്ത്, ആ ചോദിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ആളുകൾ മത്സരിക്കുന്നുണ്ട്, അവർ MLA-മാരാകുന്നുണ്ട്, ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ട്. അതൊന്നുമല്ല KCയുടെ ചിന്ത. KC എവിടെയും മത്സരിക്കുന്നില്ല, എവിടെയും ആകുന്നില്ല. സിരി സാഹിബ് പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് കരുതി ഈ വാഹനത്തിൽ കയറേണ്ടതില്ല, ഈ സംഘടനയിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്നു. അവസാനം CH ദേഷ്യപ്പെട്ടിട്ടെന്ന പോലെ അടുത്തൊരു പരിപാടി കൊണ്ടോട്ടിയിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാറുണ്ട്. KCക്ക് അവിടേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. CH തന്നെ അവിടെ നിന്നൊരു ടാക്സി വിളിക്കാൻ പറഞ്ഞ് കുട്ടിനെയും കൂട്ടിയിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അരീക്കോട്ടങ്ങാടിയിൽ പ്രസംഗിച്ചിട്ട് വീട്ടിലേക്ക് വരാതെ നേരെ നിലമ്പൂരിലേക്ക് പോകും, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ സഞ്ചരിച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചിട്ട് അദ്ദേഹം എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, പിൽക്കാലം അദ്ദേഹത്തിന് ഒരു സങ്കല്പമുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക് സങ്കല്പമുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ K മൗലവി സാഹിബിൻ്റെ രാഷ്ട്രീയ പാതയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അങ്ങനെയാണ് സിരി സാഹിബിൻ്റെ പാതയിൽ അദ്ദേഹം വരുന്നത്. K മൗലവിയുടെ ആത്മീയ പാതയും K മൗലവിയുടെ രാഷ്ട്രീയ പാതയും ഒരേപോലെ അദ്ദേഹം പിന്തുടർന്നു. K മൗലവി സാഹിബ് പറയുന്നതിന് അദ്ദേഹം ഉൾക്കൊണ്ടു. തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ പോലെയാണ് തൻ്റെ രാഷ്ട്രീയ പ്രമാണങ്ങളും. കാരണം KC രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് 1946 കാലത്താണ് സജീവമായിട്ട് വരുന്നത്. സത്താർ സെഡ് സാഹിബ് സെൻട്രൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ്. കേന്ദ്ര പാർലമെൻറ്റ് ഇലക്ഷനിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുകയാണ്. ആ ഇലക്ഷനിൽ സത്താർ സെഡ് സാഹിബിനെ ജയിപ്പിച്ചയക്കണം. അതിനുവേണ്ടി പ്രസംഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത്. തൊട്ടടുത്ത സമയം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനം സംഭവിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു, ഹൈദരാബാദ് ആക്ഷൻ വരുന്നു. ഈ പറഞ്ഞ വലിയ വലിയ നേതാക്കന്മാർ അസംകുട്ടി കുരുക്കളടക്കം പെരൂർ സാഹിബ്, NP അബ്ദുൽസലാം മൗലവി, മണക്കാട് പൂക്കോയത്തങ്ങൾ, ഇങ്ങനെ പിന്നെ ESM ഹനീഫ് ഹാജി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകുന്നു. SM കോയ പല ആളുകളും ജയിലിൽ പോകുന്നു. അങ്ങനെ ആ ജയിൽവാസത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ പാർട്ടി നിലനിർത്തണം. അങ്ങനെ ആ പാർട്ടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നു. ഇതിനിടയിൽ വലിയ ഭീഷണികൾ വരുന്നു. ഇതേ സമയത്ത് കമ്മ്യൂണിസം ഒരു ബാധയായിട്ട് സമുദായത്തിൽ വരുന്നു. ഞാനിതിനെ പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്കാണ്. കമ്മ്യൂണിസം ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് മതത്തിൻ്റെ വേരറുക്കണമെന്ന് പറഞ്ഞ ലെനിൻ്റെ ആശയങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഒരു വിശ്വാസിക്കൊരിക്കലും ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ലെന്നും ഒരു കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും ഒരു വിശ്വാസിയാവാൻ കഴിയില്ലെന്നുമുള്ള പ്രഖ്യാപിത നിലപാട് EMS നമ്പൂതിരിപ്പാടടക്കം പിന്നെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം കമ്മ്യൂണിസത്തിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നതിനെ എതിർത്തുകൊണ്ട് സജീവമായ പ്രസംഗ പര്യടനത്തിൽ ഏർപ്പെട്ടു. അത് ലീഗിൻ്റെ മാത്രം വേദിയിലില്ല, മുജാഹിദ് വേദിയിലും അദ്ദേഹം ആ പ്രസംഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് സഹിക്കവയ്യാഞ്ഞിട്ട്, നിങ്ങൾക്കറിയോ, ഒരാശയത്തിന്, ഇസ്ലാമിക ആശയത്തിന് വേണ്ടി, ഇസ്ലാമിക ദർശനത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സംഘടിത ശക്തിക്ക് വേണ്ടി സംസാരിച്ചതിന്, ഒരേ സമയം ഇത് രണ്ടിനു വേണ്ടി സംസാരിച്ചതിന് ഏറ്റവും അധികം പരിഹാസങ്ങൾ നേരിട്ട പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ഒരു നാടകം തന്നെ രചിക്കപ്പെട്ടു. EKM, നിലമ്പൂരുകാരനായ EKM രചിച്ച ഇജ്ജ് നല്ല മനസ്സിലാകാൻ നോക്ക് എന്നൊരു നാടകം. അത് KCയാണ്. അതിലെ വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത് KC അബൂബക്കർ മൗലവിയാണ്. KC അതേ രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി EKM എന്ന് പറയുന്ന കഥാപാത്രം അതിൽ അരങ്ങത്ത് വരുന്നു. ആ നാടകത്തിലെ നായകൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പിന്നെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ, മദ്രാസിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ, ഏറ്റവും തിരക്കുള്ള അരീക്കോട്ടെ വക്കീൽ. പിന്നീട് അദ്ദേഹം നിലമ്പൂരിലേക്ക് മാറി. ആ നിലമ്പൂർ ജീവിതകാലമാണ് അദ്ദേഹത്തിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അദ്ദേഹം ആകർഷനാവുകയും അതിനു വേണ്ടി സജീവമാവുകയും ചെയ്തത്. ഡോക്ടർ M ഉസ്മാൻ സാഹിബ്. ആ ഉസ്മാൻ സാഹിബ് നാടകത്തിലെ നായകനാണ്. KC അബൂബക്കർ മൗലവി കമ്മ്യൂണിസത്തെ എതിർത്തപ്പോഴും ഈ നാടകത്തിൽ പരിഹസിക്കപ്പെട്ടപ്പോഴും അപ്പുറത്ത് വേദിയിൽ അണിനിരക്കുന്നവരോട് പോലും അവരോട് വ്യക്തിപരമായി ഒരു വിദ്വേഷവും പുലർത്തിയില്ല, നല്ല സൗഹൃദം പുലർത്തി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മാവൻ്റെ മകനാണ്, ഭാര്യയുടെ മച്ചുരനാണ് പിന്നെ ഉസ്മാൻ സാഹിബുമായിട്ട് നല്ല ഉറ്റ സൗഹൃദം പുലർത്തി. KC ഉസ്മാൻ സാഹിബിനെ ഇങ്ങനെ കൊണ്ടുവന്നു. ആ സൗഹൃദ ബന്ധത്തിൽ, ആ ഇടപെടലുകളിൽ ഉസ്മാൻ സാഹിബ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നദവത്തുൽ മുജാഹിദിൻ്റെ സജീവ മുഴുസമയ പ്രവർത്തകനായി, അതിൻ്റെ പ്രസിഡൻ്റായി, ഇസ്ലാമും കമ്മ്യൂണിസവും എന്നൊരു പുസ്തകം എഴുതി പിൽക്കാലം മുഴുവൻ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ സാഹിബ് നീക്കിവെച്ചു. എന്ന് വെച്ചാൽ KCയുടെ ഇടപെടൽ അങ്ങനെയായിരുന്നു. KC ഇതിനൊരു പ്രത്യയശാസ്ത്ര മാനം കണ്ടിരുന്നു. സമുദായം മറ്റൊന്നിലേക്ക് പോയത്, അദ്ദേഹം പറയുന്നൊരു സംഗതി,
നിങ്ങൾ കമ്മ്യൂണിസ്റ്റിൽപ്പെട്ടു. ഒന്ന് കെ സിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ശൈലിയുണ്ട്, ഒന്ന് തികഞ്ഞ നർമ്മം. വെറും നർമ്മം എന്ന് ഞാൻ പറഞ്ഞാൽ ആ നർമ്മത്തിൽ കൂടാത്ത എന്താ വെച്ചാൽ, നമ്മൾക്ക് നർമ്മം പറയുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഒരു തമാശക്കാരനായിട്ട് തോന്നും. തമാശയല്ല, ഇവിടെ പറഞ്ഞല്ലോ, ഖുർആനും ശാസ്ത്രവും, ഖുർആനെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ കേരളത്തിൽ കുറവാണ്. അത്ര ഗംഭീരമായിട്ട് അതിൻ്റെ എല്ലാ ആഴത്തിലും പഠിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പല ഭാഷകളിൽ അദ്ദേഹം സ്വമേധയാ നേടിയ അറിവുകൾ. അദ്ദേഹം കേരളത്തിന് പുറത്ത് പോയി പഠിച്ചില്ല. ബാക്കിയാത്തിൽ പോയി പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കെ സി അലവിമൊലിക്ക് ഭാഗ്യം ഉണ്ടായുള്ളൂ. കാരണം ബാക്കിയാത്തോളം പറഞ്ഞേച്ച് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. വാഴക്കാട് ദാറുൽ ഉലൂമിൽ അലവിമൊലി പഠിക്കാൻ പോയപ്പോൾ അനുജനും ചെന്ന് പഠിക്കാൻ. അനുജൻ ചെന്ന് പഠിച്ചപ്പോൾ പിന്നെ ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, ഒരു വീട്ടിൽ നിന്ന് 2 ആളുകളെ ചേർക്കാനുള്ള വകുപ്പ് ഇവിടെ ഇല്ല. പിന്നെ അവിടെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിൽ താമസിച്ച് അദ്ദേഹം അവിടെ പഠനം നടത്തി. പിന്നീട് അവിടെ വരുമ്പോൾ ഈ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അവിടെ വരുമ്പോൾ, മൊയ്തീൻകുട്ടി മുസ്ലിയാർ വരുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു ഇൻ്റർവ്യൂവിലാണ് മാനേജറെ കാണാത്തതിന് അദ്ദേഹം അഡ്മിഷൻ നേടിയെന്നൊക്കെ കെ സി പിന്നീട് കെ സിയുടെ ഒരു ആത്മകഥ എന്ന് കെ സി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ചേർന്നു. പിന്നീട് ആ കാലത്ത് ഷെയ്ഖ് മൗലവി വരുന്നു. അന്ന് പിന്നെ പറവണ്ണയുടെ നിലപാടുകളോട് യോജിക്കുകയും ഷെയ്ഖ് മൗലവിയുടെ നിലപാടുകളോട് വിയോജിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു കാലമാണ്. ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഈ വാഴക്കാട് ദർസിലേക്ക് അദ്ദേഹം വരുന്നത് മാഹിയിൽ പള്ളി ദർസിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ്. പിന്നീട് അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പറവണ്ണ മറ്റൊരു വേദിയിൽ വരുമ്പോൾ ഇപ്പുറത്തെ വേദിയിൽ നിന്നുകൊണ്ട് പറവണ്ണോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്ന ഒരാളായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കെ സി അത്ര പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പുറത്തൊന്നും പോയി പഠിക്കാൻ കഴിയാതെ ഇവിടെ തന്നെ പഠിച്ച് നേടിയതാണ് അദ്ദേഹത്തിൻ്റെ അറിവുകളൊക്കെ. ഉറുദു ഭാഷയിൽ പ്രാവീണ്യം നേടി, അറബി ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടി, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടി. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുകയും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുകയും മാത്രമല്ല, സേട്ടു സാഹിബ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളായിട്ട് കെ സി അബൂക്കർ മൗലവി അറിയപ്പെട്ടു. ഇതെല്ലാം സ്വയം നേടിയതാണ്. ഈ സ്വയം നേടാൻ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാലയത്തിൽ പോയി നേടാൻ, പഠിക്കാൻ സാമ്പത്തിക ശേഷി അനുവദിച്ചില്ല. അന്ന് എല്ലാവർക്കും ദാരിദ്ര്യമുള്ളൊരു കാലം. ആ ദാരിദ്ര്യത്തിൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു ബാല്യമാണ് കെ സിക്ക് കടന്നു പോയത്. പക്ഷേ കെ സി പിന്നീട് തനിക്ക് നല്ല കോളേജ് അധ്യാപകൻ എന്നുള്ള നല്ല ശമ്പളം വാങ്ങാമായിരുന്നു, കോളേജിൽ ശ്രദ്ധിക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗിന് വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗയാത്രയിൽ പുളിക്കരെ അദ്ദേഹത്തിൻ്റെ സർവീസിനെ ബാധിച്ചു. ആ സർവീസ് നഷ്ടം പിന്നീട് നേടിയെടുക്കാൻ അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു. സി എച്ച് മുതുവായ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന ഘട്ടത്തിൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അദ്ദേഹം അതിനെ മറികടന്ന്, ഇതിൻ്റെ എല്ലാ നിയമത്തിൻ്റെ നൂലാമാലകളും മറികടന്ന് അത് നേടിയെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, അതിൽ പോലും അദ്ദേഹം ഈ ഭരണത്തിൻ്റെ സംവിധാനങ്ങളൊന്നും തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതിലൂടെ, അത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഇവിടെ പിന്നെ പൂങ്കുടിയിൽ LP സ്കൂൾ കൊണ്ടുവന്നു. ആ സ്കൂൾ കൊണ്ടുവരുന്നത് കെ സിക്ക് വേണ്ടിയാണ്. കെ സി ഒരേ സമയം, ഇത് ഇലക്ഷനിൽ മത്സരിച്ചെന്ന് പറഞ്ഞ കാര്യമില്ല, കെ സി വികസനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പം നമ്മൾ ഈ പറയുന്ന അരീക്കോട് ഇടവണ്ണപ്പാറ റോഡ്, പൂങ്കുടിയുടെ ഈ പരിസരങ്ങളിലുള്ള റോഡ്, പൂക്കോട് ചോല റോഡ്, ഇവിടുത്തെ അരീക്കോട് ITI, ഇവിടുത്തെ സ്കൂള്, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളുടെയും പിന്നിൽ കെ സിയുടെ നിരന്തരമായ പരിശ്രമമായിരുന്നു. കാരണം ഏത് ഭരണാധികാരിയും കെ സിക്ക് താഴെയായിരുന്നു റേഞ്ച് കൊണ്ട് പാർട്ടിയിൽ. CH അടക്കം എല്ലാവരും കെ സി അതിന് മാത്രം ബഹുമാനിച്ചു. ബാപ്പുകുരുക്കൾ കെ സിയെ ബഹുമാനിച്ചു. ബാപ്പുകുരുക്കളും കെ സിയൊക്കെ സമപ്രായക്കാരാണ്. എന്നാലും അറിവ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അറിവിൽ അദ്ദേഹം എല്ലാവരേക്കാളും ഉയർന്നു നിന്നു. സിരി സാഹിബൊക്കെ അദ്ദേഹത്തിൻ്റെ അറിവിനെയാണ് സ്വാംശീകരിച്ചത്. ആ അറിവ് കൊണ്ട് അദ്ദേഹം ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കളെ തന്നെ ഉദ്ധരിക്കുകയാണ്. ഞാനിത് ഒരു അങ്ങിങ്ങ് പറഞ്ഞ് പെട്ടെന്ന് തീർക്കാന്നുള്ള കണക്കാണ് പറയുന്നത്. പിന്നെ മക്കളെ തന്നെ ഉദ്ധരിക്കുകയാണ്. കെ സി ഇങ്ങനെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒരു 8-9 മാസത്തോളം ഈ യാത്രയിലായിരുന്നു, തുടർ യാത്ര. എന്തു ചെയ്യും? വീട്ടിൽ വെക്കാൻ വകയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. കാരണം ഇവരൊക്കെ ചെറിയ കുട്ടികൾ, മക്കളൊക്കെ ചെറിയ കുട്ടികൾ, പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രായത്തിലുള്ളവരും അതിന് താഴെയുള്ളവരും മക്കൾ. കുടുംബനാഥൻ തനിക്കുള്ള ജോലിക്ക് പോകുന്നില്ല, പ്രസംഗിച്ച് നടക്കുകയാണ്. പ്രസംഗിച്ചാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടൂല. പ്രസംഗിച്ചാൽ ഒന്നുമില്ല. മണ്ണാർക്കാട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ പോയി. മണ്ണാർക്കാട്ട് പൊതുയോഗത്തിനൊക്കെ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. പ്രസംഗം കഴിഞ്ഞു. സംഘാടകരും എല്ലാവരും വിളക്കും കെടുത്തി അവരൊക്കെ പിരിഞ്ഞു പോയി. അവസാനം കൂരിട്ടിട്ട് പിന്നെ കെ സി നിൽക്കുന്നു. ഭയങ്കരമായ വിശപ്പ്, നല്ല വിശപ്പ്. എപ്പോഴോ ഏതോ സമയത്ത് ഭക്ഷണം കിട്ടിയതാവും. ആ വിശപ്പിൽ അവിടെ നിൽക്കുന്നു. ഒരാളെയും കാണുന്നില്ല. പെട്ടെന്ന് ഒരു ചങ്ങാതി ഇങ്ങനെ കണ്ണുമുന്നിൽ പെട്ടുപോയി. ഓനെ ചെന്ന് കണ്ടിട്ട് കെ സി അങ്ങോട്ട് പരിചയപ്പെട്ടിട്ട് ഓൻ ഏത് പാർട്ടിക്കാരാണെന്ന് പോലും നോക്കാതെ, ഏതാണ് തരായി എന്നൊന്നും നോക്കാതെ തന്നെ കെ സി അവനോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ചങ്ങായി എൻ്റെ വീട്ടിൽ ഞാൻ അപ്പം എൻ്റെ വീട്ടിൽ കണ്ട് വന്നാൽ എനിക്ക് കുറച്ച് കഞ്ഞി ചേരാൻ അരിയും
ചുട്ട് എടുക്കാൻ 1-2 ഉണക്കമീൻ എൻ്റെ വരിയിലുണ്ടാവുക വെച്ചു. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ഇയാൾ കേസിയെ കൂട്ടിക്കൊണ്ടുപോയി കഞ്ഞി വെച്ച് കൊടുത്ത് മീനും ചുട്ടു കൊടുത്ത് അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കേസി അവിടെ ഒരു പള്ളിയിൽ കൂടി. ഇതാണ് പ്രസംഗിക്കാൻ പോയാലുണ്ടാകുന്നത്. ഇന്നത്തെ പോലുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ നേതാക്കന്മാർക്കോ അണികൾക്കോ പിന്നെ പ്രസംഗകർക്കോ ആർക്കുമില്ലാത്തൊരു കാലത്താണ്. ഈ പ്രയാസങ്ങളുടെ ലോകത്തുകൂടി സഞ്ചരിക്കുമ്പോഴാണ് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും കേസി പറ്റേ മറന്നുപോയിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഇവർ പറയാ പിന്നെ ഇവിടെ കേസി വീട്ടിലിങ്ങനെ തങ്ങിയിരുന്നൊരു സമയത്ത് കുറച്ച് പൂള പിന്നെ കൃഷി ചെയ്തിരുന്നു അവിടെ. ആ പൂള ഉണക്കി വെട്ടി പിന്നെ ഉണക്കപ്പൂളയാക്കിയത് മാത്രമല്ല, വയനാട്ടിലെവിടെ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് എവിടെ നിന്ന് വാങ്ങിയ കുറച്ച് തേനുമുണ്ട്, കുറച്ചധികം തേന്. പിന്നെ എന്ത് വെച്ചു, കുറേ കാലം ഇവർക്ക് കേസി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, ഭക്ഷണത്തിന് ഉച്ചക്ക് കുറച്ച് പൂളപ്പത്തിരി ഉണ്ടാക്കും, ഈ തേനും കൂട്ടിയത് തിന്നും. രാത്രി തേനും പൂളപ്പത്തിരിയും ഉച്ചക്ക് പൂളപ്പത്തിരിയും തേനും എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കുറച്ച് കാലം അങ്ങനെയാണ് പോയി. ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ വിളക്ക് കത്തിച്ച് വെക്കാൻ വേണ്ടി ഓടി നടന്നതെന്നുള്ള വലിയ അന്ധകാരങ്ങളിൽ, രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും വലിയ അന്ധകാരങ്ങളിൽ പിന്നെ പിറകിൽ വരുന്നവർക്കായി അവർ വിളക്ക് കത്തിച്ച് വെച്ച് അവർ ഇരുട്ടിൽ തന്നെ മാറി നിന്നു. അവർക്ക് ഈ വെളിച്ചത്തിന് ഈ ലൈം ലൈറ്റിൽ വന്ന് നിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചില്ല, ഒരു ചിത്രത്തിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചില്ല. അവർ സ്വപ്നം കാണുകയായിരുന്നു ഭാവി സമുദായത്തെക്കുറിച്ച്. ഒരു ദിവസം കരുവാരക്കുണ്ടിൽ നിന്ന് ഈ നിലമ്പൂരിൽ പ്രസംഗം കഴിഞ്ഞ് പിറ്റേന്ന് കരുവാരക്കുണ്ടിലാണ്. അപ്പോൾ നിലമ്പൂരിൽ ആ പള്ളിയിൽ നിന്ന് തുടർന്നു പിന്നെ സിരി സാഹിബുണ്ട്, അവിടെ പള്ളിയിൽ കുത്തിപ്പിഴിഞ്ഞ് ഉണക്കാനിട്ട് കരുവാരക്കുണ്ടിലേക്ക് പോകാനുള്ള യാത്രയില്ല. ബസ്സിൽ കയറി അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ സിരി സാഹിബിനോട് കേസി ചോദിച്ചു, 1950-52 കാലത്താണ്. സിരി സാഹിബിനോട് കേസി ചോദിച്ചു, അല്ല നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം? ഈ മലബാറിൽ 4-5 MLA മാരെ നമുക്ക് കിട്ടും, അതിനപ്പുറത്ത് കിട്ടുമോ? നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കാര്യം? ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടാൻ നമുക്ക് കഴിയുമോ? കാരണം വിഭജനാനന്തരമുള്ള ഈ ഭീഷണികളുടെയൊക്കെ ഒരു കാലം ഇന്ത്യയിൽ മുസ്ലിം നേതൃത്വം എന്ന് പറയുന്നത് ഇല്ലാതെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ മുസ്ലിം ലീഗ് പാർട്ടിയാണെങ്കിലും അതിൻ്റെ വളരെ സമുന്നതരായ നേതാക്കന്മാരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ട് ഇവിടെ ലീഡർഷിപ്പിനും ആളില്ലാതായിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ സിരി സാഹിബ് ഇങ്ങനെ ഓടി നടന്ന് ഞാൻ പറഞ്ഞില്ല, ആ മൂവ്മെൻറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നോക്കണം. അന്ന് പ്രസംഗിക്കാൻ നടക്കുന്നവരിൽ ഇന്നിപ്പോൾ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ പറയട്ടെ, KC അബൂബക്കർ മൗലവി, KM മൗലവി, ഇതൊന്നും ഞാൻ ഒരു പേരുകളും പറയുന്ന ഓർഡറിലൊന്നും അല്ല കേട്ടോ. KM മൗലവി, PP അബ്ദുൽ ഗഫൂർ മൗലവി, മങ്കട് അബ്ദുൽ അസീസ് മൗലവി, NV അബ്ദുൽസലാം മൗലവി, ഇങ്ങനെ ഒരുപാട് മൗലവിമാർ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ, മുജാഹിദ് നേതാക്കന്മാർ, അറിയപ്പെടുന്ന KNM-ൻ്റെ നേതാക്കന്മാർ, പ്രഭാഷകർ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, പ്രവർത്തകർ. അങ്ങനെ പാർട്ടിയെ ഇങ്ങനെ സംഘടിപ്പിച്ച് വരികയാണ്. ആ ഒരു ഓട്ടക്കാലത്താണ് സിരി സാഹിബിനോട് ചോദിച്ചത്, 4-5 MLA മാർ ഏറിയാൽ കിട്ടും, അതിനുവേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടണമെന്ന്. അത് സിരി സാഹിബിന് മറുപടി പറഞ്ഞു. ഇതൊക്കെ KC പറഞ്ഞതാണ്. പിന്നീട് സിരി സാഹിബിന് മറുപടി പറഞ്ഞു, അത് മൗലവി നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. രാജ്യത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ എവിടെയും ഇതേ ഏകശിലാരൂപത്തോടുകൂടി എല്ലാ കാലവും നിൽക്കുമെന്ന് കരുതണ്ട. കാരണം 52 എന്ന് പറഞ്ഞാൽ പ്രഥമ പാർലമെൻറ്റ് ഇലക്ഷൻ്റെയൊക്കെ ഒരു സമയം കോൺഗ്രസ് അതിൻ്റെ ശക്തിയോടുകൂടി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാലമാണല്ലോ. AKG ആണ് ഒരു പ്രതിപക്ഷത്തെ നേതാവ് എന്ന് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയാനുള്ള അംഗസംഖ്യയില്ലെങ്കിലും പ്രതിപക്ഷത്തെ ഒരു നേതാവ് AKG ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്നെ ഒരു രണ്ടാം കക്ഷിയുടെ ശക്തിയോടുകൂടി ആ പ്രഭാവത്തോടു കൂടി ഇന്ത്യയിലുള്ളത്. അപ്പോൾ ആ ഒരു കാലത്ത് പിന്നെ ഈ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു കാലത്ത് ആണ് സിരി സാഹിബ് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭരണകക്ഷി കോൺഗ്രസ് അടക്കം ഒരു 8-10 കൊല്ലം കഴിഞ്ഞാൽ ഇതൊക്കെ ശിഥിലമാകും, ഇതിലൊന്നൊക്കെ പല പല പുതിയ പാർട്ടികളുണ്ടാവും. അപ്പോൾ പ്രാദേശിക കക്ഷികളായ മുസ്ലിം ലീഗിനെ പോലുള്ള പ്രാദേശിക കക്ഷികളെ കൂട്ടിയിട്ട് മുന്നണികൾ ഉണ്ടാക്കി ഭരിക്കേണ്ടി വരും ഇവർക്ക്. 52-ലാണ് ഈ പറയുന്നത്. 8 കൊല്ലം കഴിഞ്ഞ 1960-ൽ കോൺഗ്രസും മുസ്ലിം ലീഗും PSPയും ചേർന്ന ഒരു മുന്നണി കേരളത്തിൽ മത്സരിക്കുകയും അവർ അധികാരത്തിൽ വരികയും ചെയ്തു. പിന്നെ ആ പ്രശ്നങ്ങളുണ്ടായി. അധികാരത്തിൽ വന്നപ്പോൾ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ള ഒരു സംഗതി ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് KCയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരുമിച്ച് നടന്നിട്ടും ഭരണം കിട്ടിയപ്പോൾ ലീഗിന് മന്ത്രിസ്ഥാനം തരുന്നില്ലല്ലോ, അധികാരം തരുന്നില്ലല്ലോ, ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് KC കൊടുക്കുന്ന മറുപടി, ഈ ഒട്ടുമാവിൻ തൈ പൂവിട്ടാൽ ആദ്യം വരുന്ന പൂവൊന്ന് നുള്ളിക്കളയണം, ഒന്ന് തിരുമ്പിക്കളയണം, എന്നാലേ പിന്നുള്ളതൊക്കെ നല്ല മുറ്റിൽ വളരുള്ളൂ, മുറ്റിൽ കായ് ഉണ്ടാവുള്ളൂ. അതുപോലെ അതൊന്നും ഭരണം കിട്ടിയില്ല, ജയിച്ചു വന്നു, മുന്നണിക്ക് ഭരണം കിട്ടി, മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനമില്ല, ഒരു സ്പീക്കർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു പറഞ്ഞാൽ പിന്നെ സിരി സാഹിബും പിന്നീട് സിരി സാഹിബ് ഭരണശേഷം CH സ്പീക്കറാകുന്ന ആ ഒരു ഘട്ടം നോക്കുക. ഇതാണ് ഈ കാഴ്ചപ്പാടാണ്. ഇപ്പം മുസ്ലിം ലീഗിന് അദ്ദേഹം മരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം പറയുന്നിടത്ത് പറഞ്ഞു, അങ്ങനെ പേടിക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പോകില്ല, ലീഗിന് കേന്ദ്രത്തിലൊരു മന്ത്രി ഉണ്ടായിട്ടേ ഞാൻ മരിക്കുള്ളൂ. 1999-ൽ അഹമ്മദ് സാഹിബ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മഞ്ചേരിയുടെ ലോക്സഭാ മെമ്പറായി ജയിച്ചിട്ട് ഇതുവഴി ഇങ്ങനെ വന്ന് പിന്നെ പോകുമ്പോൾ KC റോഡ് സൈഡിൽ കാണുന്നുണ്ട്.
വണ്ടി നിർത്തി കെ സിൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവർ ആലിംഗനം ചെയ്തു. അപ്പോൾ കെ സി വീണ്ടും അഹമ്മദ് സാഹിബിനോട് പറയുന്നുണ്ട്, ഇനി വരുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിലൊരു മന്ത്രിയാവണമെന്ന്. 5 കൊല്ലം കഴിഞ്ഞ് 2004 ഈ അഹമ്മദ് സാഹിബ് കെ സിയെ കാണാൻ പോകുമ്പോൾ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലക്ക് ഏറെ നേരം സംസാരിച്ചിരുന്നു. ഒരു കേന്ദ്രമന്ത്രിയെ കാണുകയാണ് അദ്ദേഹം. അപ്പോൾ ഇത് അവരോട് പറയുകയാണ്. ആ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ദീർഘദർശിത്വത്തോടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു മികച്ച രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിരുന്നു കെ സി അബൂബക്കർ മൗലവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ ശക്തി എല്ലാം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട എല്ലാ വെളിച്ചങ്ങൾക്കും വേണ്ടി, അത് മതപരവും രാഷ്ട്രീയവും സാമൂഹികവും ഒക്കെ ആയ പ്രകാശത്തിന് വേണ്ടിയാണ് ആ ആരോഗ്യത്തെ നമ്മൾ ചുട്ടെടുത്തത്. നമ്മൾ കൽപ്പറ്റ നാരായണൻ പറയുന്നുണ്ടല്ലോ, എത്ര ശരീരങ്ങൾ കത്തിയ വെളിച്ചത്തിലിരുന്നാണ് നാം വായിക്കുന്നത്, തർക്കിക്കുന്നത്, സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വായിക്കാനും തർക്കിക്കാനും ഒക്കെയുള്ള യാത്ര ചെയ്യാനും ഒക്കെയുള്ള ഈ വെളിച്ചം ഉണ്ടല്ലോ, ആ വെളിച്ചം എന്ന് പറയുന്നത് ഒരുപാട് ശരീരങ്ങൾ കത്തിയ വെളിച്ചമാണ്. ആ കത്തിയ വെളിച്ചത്തിൽ ഷെയ്ഖ് മൗലവിയും കെ സി അബൂബക്കർ മൗലവിയും അടക്കമുള്ള ആ മഹാപുരുഷ പരമ്പരകളെല്ലാം ആ കത്തിയ വെളിച്ചത്തിലുണ്ട് എന്നുള്ളത്. അതാണ് കെ സി അബൂബക്കർ മൗലവി. കുറേ കാലങ്ങൾ കടന്നു പോയാൽ തലമുറകൾ ഈ പേരുകൾ ഓർക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു തമാശക്കാരനായിട്ടല്ല അദ്ദേഹത്തെ ഓർക്കുക. ഒരു തമാശക്കാരനപ്പുറത്തേക്ക് ഒരു ദിഷണാശാലി, അദ്ദേഹത്തിൻ്റെ ദിഷണ അതായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം സ്വീകരിച്ചൊരു മാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സാമൂഹ്യ വിഷയങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ബോധപൂർവമായ ശ്രമമാണത്. കാരണം പ്രസംഗത്തിൽ തമാശകൾ അധികമില്ലാത്തൊരു കാലത്ത്, ഏത് മതവേദിയിലും രാഷ്ട്രീയ വേദിയിലും ഗൗരവത്തോടെ പ്രസംഗിച്ചിരുന്ന ഒരു കാലത്താണ് കെ സി അബൂബക്കർ മൗലവിയുടെ അരങ്ങേറ്റം തമാശ രൂപത്തിൽ വരുന്നത്. ആ തമാശ പറഞ്ഞ അദ്ദേഹം ഇവിടുത്തെ കാർഷിക വിഷയങ്ങളായിരിക്കാം, ഇവിടുത്തെ ഒരു സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു ഭീഷണി കണ്ടിട്ട് ഞെട്ടാൻ ശ്രമിച്ചാൽ ഞെട്ടാനെ നേരെ ഉണ്ടാവുള്ളൂ, തട്ടാനെ തൊടു കിട്ടിയ മുയലിനെ പോലെ ഇങ്ങനെ ഓരോ മേട്ടത്തിനും ചാടിക്കൊണ്ടിരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള വളരെ ലളിതം സരളമായ ചില ലോജിക്കുകളിലൂടെയാണ് അദ്ദേഹം ആളുകളെ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് കോൺഗ്രസുമായി തെറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യം ചേർന്നപ്പോൾ അദ്ദേഹം അതിന് വിമർശനം വന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു സാധനമുണ്ട്. അത് ഈ കോൺഗ്രസ് എന്നൊരു വരട്ടി ചൊറിയുണ്ട്. ആ ചൊറി മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് കഷായം കുടിക്കുന്നത്. ആ ചൊറിന് മാറിക്കിട്ടിയാൽ നമ്മൾ ഈ കഷായം നിർത്തുന്നു. അത് സപ്തമുന്നണി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് പങ്കാളിയായി CPM-ഉമായി EMS-ൻ്റെ മന്ത്രിസഭയിൽ ലീഗ് പങ്കാളിത്തം വഹിക്കുന്ന കാലത്താണ്. ഇതിന് NV അബ്ദുസ്സലാം മൗലവി പറയുന്നൊരു ന്യായീകരണമുണ്ട്. നമ്മൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളുമായി, അത് കോൺഗ്രസുമായിട്ട് മുസ്ലിം ലീഗുകാർ വലിയ ഫൈറ്റ്, കോൺഗ്രസ്സിൽ അന്നത്തെ ഈ പിൽക്കാലം സംഘടനാ കോൺഗ്രസ്സായി തീർന്ന ആളുകളുടെയൊക്കെ ഒരു ഇടപെടൽ കോൺഗ്രസ്സിലുള്ള ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ഒരു മൃദു ഹിന്ദുത്വത്തിൻ്റെ അപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ ചിലരൊക്കെ പോകാൻ തുടങ്ങി. ആ ഒരു ഘട്ടത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള സഖ്യമൊക്കെ വരുന്നത്. അപ്പോൾ അതിന് NV അബ്ദുസ്സലാം മൗലവി പറഞ്ഞ ഒരു കാര്യം, സഖ്യത്തിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ഘട്ടത്തിൽ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബൊക്കെയുള്ള മീറ്റിങ്ങിൽ വെച്ചിട്ട് NV അബ്ദുസ്സലാം മൗലവി പറയുന്നത് ഹുദൈബിയ സന്ധ്യ ഓർമ്മിച്ചുകൊണ്ട് അവർ സൂറത്തുൽ അൻഫാലിൽ നിന്ന്, ഇത് ഞാൻ ആ സൂറത്തിൻ്റെ പേര് കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം എനിക്കൊരു കൺഫ്യൂഷൻ ഇപ്പോൾ വരുന്നു. അദ്ദേഹം പറയുന്നത്, അവർ നിൻ്റെ ശത്രു സമാധാന സന്ധിയിലേക്ക് വന്നാൽ നീയും അങ്ങോട്ട് ചായുക, അവർക്ക് നിന്നെ ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് അള്ളാഹു മതി എന്ന ഒരു ന്യായീകരണമാണ് അന്ന് NV അബ്ദുസ്സലാം മൗലവി ഈ സഖ്യവുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ചയിൽ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവരൊരു സമാധാന സന്ധിക്ക് വരികയാണെന്ന് അത് പറഞ്ഞ് അങ്ങനെയാണ് ഇതിനൊക്കെ കണ്ടിരുന്നത്. ഇതിനൊരു പ്രത്യയശാസ്ത്ര സ്വഭാവം നൽകുക. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിനായിരുന്നാലും സാമൂഹ്യ പ്രവർത്തനത്തിനായിരുന്നാലും മതകീയ പ്രവർത്തനങ്ങൾക്കായിരുന്നാലും അതിനെ ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ ബലത്തിൽ നിന്നുകൊണ്ട്, അസ്ഥിവാരത്തിൽ നിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കാനും അതിന് ന്യായം കണ്ടെത്താനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ശ്രമിച്ചുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അങ്ങനെ ഉണ്ടോയെന്നല്ല. കാലം മാറിയ ഒരു അലി റളിയല്ലാഹു ഒരു ടൗണിലൂടെ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാർ അലി റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, അമീറുൽ മുഅ്മിനീൻ എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ചെറുപ്പക്കാരുടെയൊക്കെ സ്ഥിതി? സിദ്ദീഖുൽ അക്ബറിൻ്റെ കാലത്തെ കഥകളൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ, അന്നൊക്കെ നല്ല അച്ചടക്കമുള്ള ചെറുപ്പക്കാരായിരുന്നു. ഇപ്പോൾ താങ്കൾ അമീറായി വന്നപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ യാതൊരുവിധ സംസ്കാരവും അച്ചടക്കമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി അലി റളിയല്ലാഹു പറയുന്ന മറുപടി, അന്ന് സിദ്ദീഖുൽ അക്ബറിൻ്റെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് അന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആയിരുന്നു, എൻ്റെ കാലത്തെ ചെറുപ്പക്കാർ നിങ്ങളൊക്കെ അല്ലേ എന്നാണ്. അപ്പോൾ ഇത് എല്ലാ കാലത്തും അതിൻ്റെ ഒരു മാറ്റങ്ങൾ സമൂഹത്തിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ മാറ്റത്തെ നമ്മൾ കാണണം. പക്ഷേ അന്നത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് പാരത്രിക നേട്ടം എന്ന് പറയുന്നതാണ്, പാരത്രിക വിജയം. അതിനുവേണ്ടി രാഷ്ട്രീയം, അതിനുവേണ്ടി സാമൂഹ്യ പ്രവർത്തനം. വേറെ ഒരു മോഹങ്ങളും ഉണ്ടാവില്ല, അധികാര താല്പര്യങ്ങളും ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ. അതായത് ഒരു
ആദർശശുഭ്രമായ ജീവിതം നയിക്കുക എന്നുള്ളതായിരുന്നു അന്ന് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ വേഷവിധാനങ്ങൾ പോലെ ശുഭ്രമായിരുന്നു അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും എല്ലാം. നാടിന് ഗുണം ചെയ്യുക എന്നുള്ളത്, ആ ഗുണം ആർക്ക് എങ്ങനെ കൊടുത്താലും വേണ്ടില്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ശ്രമിച്ചാണ് കെ സി അബൂബക്കർ മൗലവി തൻ്റെ ജീവിതത്തെ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ബാക്കിയാക്കി കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം നടക്കാതെ പോയത് ഖുർആനും ശാസ്ത്രവും എന്ന കൃതിയായിരുന്നു. പ്രൊഫസർ എൻ വി ബീരാൻ സാഹിബ് ഒന്നിച്ച് ആ ഒരു കൃതി, വലിയ മഹത്തായ ഒരു കൃതി എഴുതുക എന്നുള്ള, ഇവിടെ പല നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര അറിവുകളെക്കുറിച്ച്. ഇപ്പോൾ കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഖുത്തുബ കേൾക്കാൻ, ഖുർആൻ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ഖുത്തുബ കേൾക്കാൻ വേണ്ടി ധാരാളം ആളുകൾ വരാറുണ്ടായിരുന്നു. മഗ്ര അബ്ദുൽ അസീസ് മൗലവിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് കെ സിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്നും ആളുകൾ, ആ പ്രദേശത്തുകാരല്ലാത്തവർ തന്നെ ധാരാളമായിട്ട്, കോഴിക്കോട് സിറ്റിയിലുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റും അല്ലാതെ പല നാട്ടിൽ നിന്നും അത് വേണ്ടി വരുമായിരുന്നു. കാരണം അതൊരു പുതിയ, നമ്മുടെ ഖുത്തുബ മേഖലയിലെല്ലാം, നമ്മുടെ പ്രസംഗ മേഖലയിലൊക്കെ ഒരു പുതിയ സങ്കല്പം രൂപപ്പെടുകയാണ്, ഒരു ധാര രൂപപ്പെടുത്തുകയാണ് അദ്ദേഹം. അതായിരുന്നു ആ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എൻ വി ബീരാൻ സാഹിബ് മരണപ്പെട്ടു പോയി. അത് തന്നെ കെ സിക്ക് വലിയ ഷോക്കായി. പിന്നെ ലണ്ടനിൽ നിന്ന് ആ കാലഘട്ടത്തിൽ വരുത്താൻ കരുതിയിരുന്നൊരു പുസ്തകം അത് എത്തിയതുമില്ല. എൻ വി ബീരാൻ സാഹിബിൻ്റെ മരണം ഈ ഒരു ലക്ഷ്യം, ഖുർആനും ശാസ്ത്രവും എന്ന ആ ഒരു സ്വപ്നം പൂവണിയുന്നതിന് മുമ്പുള്ള ആ മരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയ ഷോക്കേൽപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുരംഗത്തൊക്കെ പിന്നീടുള്ള ഒരു അത്ര സജീവത കുറയാൻ, നിർജീവാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, സജീവത കുറയാനുള്ളൊരു കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇത് അലട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഏതൊന്നിലും അദ്ദേഹത്തിൻ്റെ ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ ഈ ഈ ആശയപരമായ ഭിന്നതകളൊക്കെ തന്നെ അദ്ദേഹം ഏതിനും, അത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടും അപ്പുറത്ത് പിന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുമ്പോഴും തൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ശക്തമായി നിലകൊള്ളുന്ന മുസ്ലിം ലീഗിലെ മറ്റ് പിന്നെ അപ്പുറത്തുണ്ടാകുന്ന മതപണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കെ സി ജമാലുദ്ദീൻ മൗലവി, കെ ടി മാനു മുസ്ലിയാർ, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, ഇവരൊക്കെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു കാലമാണ്. അപ്പോൾ അവരോട് അതൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഈ പരസ്പര ബഹുമാനത്തിൽ ബാഫക്ക് തങ്ങളോടും പണക്കാട് ബുക്കോയത്തങ്ങളോടും ഒക്കെ ഉണ്ടാകുന്ന ആ പരസ്പര ബഹുമാനം, ശിഹാബ് തങ്ങളോട് ഒക്കെ വളരെ ഉറ്റ ബന്ധം അദ്ദേഹം നിലനിർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ഞാൻ പറയാമ്പോൾ സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മൊത്തമാണ് ഒന്നിലേറെ തവണ കെ സിയുടെ വീട്ടിലേക്ക് നമ്മൾ വന്നത്. അത് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അതിന് അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞത് ബാപ്പാൻ്റെ സുഹൃത്താണ് എന്നുള്ളതാണ്. ബാപ്പാൻ്റെ സുഹൃത്തിനെ ബാപ്പയെ പോലെ കാണണം എന്നുള്ള ആ ഒരു ഇതിൽ അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ അവാർഡ് കൊടുക്കുന്നതിലും മറ്റു കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വലിയ താല്പര്യമെടുക്കുകയും ചെയ്തു. ഞാനത് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൻ്റെ നേതൃത്വം, ഒരു മധുരമായ നേതൃത്വം ഉണ്ടായിരുന്നു. എം കെ ഹാജിയും ചാക്കീരിയും ഒക്കെ അടങ്ങുന്ന കെ സിയുടെ ഉറ്റ സുഹൃത്തുക്കൾ, അസംകുട്ടി കുരുക്കളുടെയും ബാപ്പു കുരുക്കളുടെയും ഒക്കെ, ഇതൊക്കെ കെ സിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ ഇവരിൽ പലരും അധികാര സ്ഥാനത്ത് വരുമ്പോൾ പോലും അധികാരം കെ സിയെ മോഹിപ്പിച്ചില്ല എന്നുള്ളതും സമ്പത്തുണ്ടാക്കണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. യാദൃച്ഛികമാവാം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അതിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതിൽ പോലും പിന്നെ വലിയ കാലതാമസം നേരിടേണ്ടി വന്നു. അപ്പോൾ അധ്യാപകനായിരിക്കും അദ്ദേഹത്തിൻ്റെ പുളിക്കൽ മദീനത്തിലെ സർവീസിനെ ഒരുപാട് ഇത് നേരിട്ടു എന്നൊക്കെ പറയുന്നത് ഈ സമ്പത്തിനോടും കാര്യങ്ങളോടൊക്കെ അതൊക്കെ കൃത്യമാക്കണം, തൻ്റെ വരുമാനം ഭാവി ഇതൊക്കെ സുഭദ്രമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ കൃത്യമാക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അതൊന്നും കെ സി ശ്രദ്ധിച്ചില്ല. അതൊക്കെ ഒന്ന് കൃത്യമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായില്ല. അതിന് പകരം അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് നടന്നു, രാപ്പകലില്ലാതെ യാത്ര ചെയ്തു. ആ യാത്രയിലെല്ലാം അദ്ദേഹം ഓരോ തൈമരങ്ങൾ നട്ടു. ആ തൈമരങ്ങളാണ് ഇന്ന് നാട് മുഴുവൻ പുഷ്പിച്ചു നിൽക്കുന്ന മതസ്ഥാപനങ്ങളാണെങ്കിലും അപ്പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് നേടിയിട്ടുള്ള ഈ വലിയ രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് കെ സി അബൂബക്കർ മൗലവിയെ പോലുള്ളവ കുറേ ആളുകൾ കൊണ്ട വിയർപ്പാണ്, അവരുടെ അധ്വാനമാണ്. അവർ ഓരോരോ കല്ലുകളായി അടുക്കി വെച്ച് കൊണ്ടുവന്ന് പടുത്തുയർത്തിയ ഒരു മഹാസൗധമാണ് ഇന്ന് കാണുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത് മറന്നുകൊണ്ട് മുസ്ലിം ലീഗിന് ഒരു അടിയും മുന്നോട്ട് പോകാൻ കഴിയില്ല. കെ സി അബൂബക്കർ മൗലവിയെ പോലെ, എൻ വി അബ്ദുൽ മൗലവിയെ പോലെ ഈ കടന്നുപോയ ആ പൂർവിക നേതൃനിരയുണ്ടല്ലോ, അതിൽ കെ സിയുടെ ഈ സേവനം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വണ്ടൂർ ഹൈദർ അലി സാഹിബ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ദിവസം നിലമ്പൂർ അങ്ങാടിയിൽ, കാരണം കെ സി അവിടെ തലേന്ന് ചെയ്തൊരു പ്രസംഗത്തിൻ്റെ പേരിൽ കെ സി ബസ്സിലിരിക്കുന്നു. കുറേ പിന്നെ അവിടുത്തെ എതിർ കക്ഷിക്കാരായ ആളുകൾ കെ സിക്ക് നേരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ ചൂടായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഒരു കയ്യേറ്റം തന്നെ സംഭവിക്കുമെന്ന് കാണുന്ന നേരത്ത് വണ്ടൂർ ഹൈദർ അലി എങ്ങനെയോ വേറൊരു ബസ്സിൽ നേരെ അപ്പുറത്തേക്ക് പോകുന്നൊരു ബസ്സിലുണ്ട്. ആ സമയത്ത് വണ്ടൂർ ഹൈദർ അലി സാഹിബ് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഒരു മനുഷ്യനെ അവിടെ, ഒരു പള്ളിൻ്റെ ഏതാണ്ട് മുന്നിൽ വെച്ചിട്ടാണ് അവിടുന്ന് കെ സി മൗലവി സിന്ദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുകയും അപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ ആൾ കൂടുന്നത് കണ്ടപ്പോൾ ഈ വിമർശനം ഉണ്ടാക്കിയ ആളുകൾ അവിടുന്ന് ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് കെ സി ഇതിനൊക്കെ വേണ്ടി ഭീഷണികൾ നേരിട്ട്, പ്രതിസന്ധികൾ നേരിട്ട്
തൻ്റെ ഏത് മേഖലയിലും ഈ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മഹാപുരുഷൻ്റെ ഓർമ്മകളാണ് തലമുറകൾക്ക് നമ്മൾ ഇത് കൊടുക്കേണ്ടതാണ്. ഡോക്ടർ ഐൻസ്റ്റീൻ തന്നെ കാണാൻ വന്ന കുട്ടികളോട് പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പ്രകാശം പരത്തുന്ന യുവത്വമാണ്. അനേക തലമുറകളുടെ അനന്തമായ അധ്വാനവും ആവേശകരമായ ശ്രമവുമാണ് നിങ്ങൾ ക്ലാസ് മുറികളിൽ പഠിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളിത് നെഞ്ചോട് ചേർക്കണം, നിങ്ങളിതിലേക്ക് കൂട്ടിച്ചേർക്കണം. പിന്നീട് നിങ്ങളുടെ മക്കൾക്കിത് കൈമാറണം. അങ്ങനെയാണ് നശ്വരരായ നാം നമ്മുടെ പൊതുസ്ഥാപനതകളിൽ അനശ്വരത നേടുന്നത്. നമ്മുടെ ഓർമ്മകൾ തലമുറകളിലൂടെ കടന്നു പോവുക അങ്ങനെയാണ്. KC-യുടെ ഓർമ്മകൾ ഇതാ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഈ ചാലിയാറിൻ്റെ കരയിൽ ഫലിതം പൂക്കുന്നൊരു മരമായി, തത്വശാസ്ത്രം പൂക്കുന്നൊരു മരമായി, ആഴത്തിൽ പതിഞ്ഞ വേരുകളായി KC എന്ന ഒരു വൃക്ഷം ഇങ്ങനെ നിന്നു. പക്ഷെ നമ്മൾക്ക് പലപ്പോഴും തോന്നി ആ വൃക്ഷം അങ്ങനെ പുഷ്പിക്കുന്നില്ലല്ലോ, ആ പ്രത്യക്ഷത്തിൽ അതിലെ പൂക്കൾ നമ്മൾ കാണുന്നില്ലല്ലോ, ഉണങ്ങിപ്പോയൊരു വൃക്ഷം പോലെ. പിൽക്കാലത്ത് വരുന്ന എൻ്റെയൊക്കെ തലമുറ അദ്ദേഹത്തെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോയി. പക്ഷെ ഇപ്പോഴത്തെ 17 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പുതിയ തലമുറ വന്നിട്ട് KC-യെ ഓർമ്മിക്കുകയാണ്. ഇനി തലമുറകൾ KC-യെ കൊണ്ടാടും. അധികാരം കിട്ടിയ MLA-മാരും മന്ത്രിമാരും മറ്റുള്ളവരുമൊക്കെ ഇവരെ അവരൊക്കെ വിസ്മൃതിയിൽ പോയാൽ പോലും KC-യെ പോലുള്ള ഈ മഹാപണ്ഡിത കേസരികൾ, മഹാപുരുഷ പരമ്പരകൾ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും.